ഞങ്ങളങ്ങനെ ഇന്ന് ഇക്കായുമായിട്ടാണ് കറങ്ങാൻ പോകുന്നത്. ഞങ്ങൾ 1-2 സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട് ഇക്കായുമായിട്ട്. താക്കോലും കണ്ണാടി എടുത്തോ? ആ ആ ഞങ്ങൾ ഓങ്കുട്ടനുമായിട്ട് ഇക്കായം കൊണ്ട് ഞങ്ങളിന്ന് ഓണം കറങ്ങാൻ പോവാം കേട്ടോ. വാ, നിങ്ങളും വാ ഞങ്ങളുടെ കൂടെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇക്കായുമായിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോകുക കേട്ടോ. ഇക്കായം കൊണ്ട് ഒരു ഓണം ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട് പോവുക. നിങ്ങളും പോരാ കൂടെ. ഞങ്ങളിപ്പം പണിക്കരയുടെ പാലം കയറാൻ പോവുക. പണിക്കരയുടെ പാലം അവിടെ നിന്ന് നേരെ കാട്ടി അമ്പലത്തിൻ്റെ അവിടോട്ട് പോവുക. ഇക്കാല സുന്ദരനായിട്ട് കണ്ട നമ്മുടെ കൂടെ ഇരിപ്പുണ്ട് വണ്ടിയിൽ. കണ്ടോ, നല്ല ഓണക്കോടിയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ പാലം കയറാൻ പോവാണ്. ചെറുകഴിക്ക പാലം. പണ്ട് ഈ അക്കരയിലോട്ട് വരാൻ ഏക പാലം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ കാലത്തുള്ളത്. ഇത് 50 വർഷത്തോളം, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള പാലമാണ് കേട്ടോ. ഇവിടെയും ഗ്രില്ലടിച്ചിട്ടുണ്ട്. ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന കാരണത്താൽ ഇവിടെയും പാലത്തിൻ്റെ സൈഡിൽ ഗ്രില്ലടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരെ നമ്മൾ കടലിലോട്ടാണ് ചെന്നിറങ്ങുന്നത്. കണ്ടോ, നേരെ ഇറങ്ങുന്നത് കടലിലോട്ടാണ്. കണ്ടോ, ഇവിടെ നമ്മൾ റൈറ്റ് പോവുക കാട്ടിലമ്പലത്തിലോട്ട്, ലെഫ്റ്റ് പോയാൽ 1000 തെങ്ങിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ തിരയൊക്കെ അടിച്ച് കയറുന്നുണ്ട. തീരദേശത്തുള്ള കളിയാണ് മൊത്തം കേട്ടോ. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ തീരദേശമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിനി കാട്ടിലമ്പലത്തിൻ്റെ അവിടെ ബീച്ചുണ്ട്, അവിടോട്ട് പോവുക നിൽക്കായേം കൊണ്ട്. നിൽക്കാക്കൊരു സന്തോഷമാകട്ടെ. അങ്ങനൊന്നും നിൽക്ക ഇതുവരെ ഒന്നും കറങ്ങിയിട്ടില്ല. പണ്ട് എന്നെയും കൊച്ചിലെ കൊണ്ട് കടന്ന സമയത്തെങ്ങാണ് കറങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ പുള്ളി ഏകാന്തതയിലാണ്. ഒറ്റയ്ക്കായി പോയതിൻ്റെ വിഷമം, ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് കൊണ്ടെല്ലായിടും ഒന്ന് കറക്കുക. ഇന്നത്തെ ദിവസം ഇക്കായ്ക്കൊപ്പമാണ്. ഇന്ന് ഫുള്ള് ഞാനും സിദ്ധാർത്ഥും ഇക്കയുടെ കൂടാണ്. ഇനി നമ്മളങ്ങനെ കാട്ടി അമ്പലത്തിലോട്ടുള്ള വഴി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതമണ്ണാണ്, റോഡായിട്ടില്ല, മണ്ണാണ്. പൊതയുന്ന മണ്ണിലൂടെയാണ് ഇനി നമുക്ക് അങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ പോകാനുള്ളത്. ഇവിടെ മറ്റേ കരിമണൽ ഖനനം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഖനനം നടക്കുന്നുണ്ട്, നമുക്കത് കാണാം. ഉണ്ട് വെളുപ്പും കറുപ്പും മണ്ണ് തിരിച്ചെടുക്കുന്ന ഉണ്ട്. കരിമണൽ ഖനനം നടക്കുന്നതിൻ്റെയാണ്. വെള്ള മണ്ണടിച്ച് മാറ്റിയിടുക. കരിമണൽ വേറെ സൈഡിലോട്ട്, അത് നമുക്ക് കാണാം. കരിമണൽ ഖനനം നടക്കുന്നുണ്ട. മൊത്തം തുരന്നെടുക്കുക, എന്നിട്ട് വെള്ളം മണ്ണിട്ട് നികത്തുക. അതാണ് പണി. പിന്നെ കറുത്ത മണ്ണ് കണ്ട് ഇവിടെ ഉണ്ട്. അപ്പുറത്ത് വെള്ള മണ്ണ്. വേർതിരിച്ചെടുക്കുന്ന വെളുപ്പും കറുപ്പും. കറുത്ത മണ്ണ് മാത്രമായിട്ടിട്ടേക്കുന്നുണ്ട്. അതാണ് കരിമണൽ ഖനനം നടക്കുന്ന സ്ഥലം. ഇത് കറുത്ത മണ്ണ് മാത്രം, ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളത്. ഇതുകൊണ്ട് എല്ലാം അവിടെ കണ്ടോ, വെള്ള മണ്ണ് വേറെ പോയി വീഴുന്നു. ഇതെല്ലാം ചെയ്യുന്ന സ്ഥലമാണിത്. ഇത് വെള്ളനാത്തൂരത്ത് അയ്യാറിയാണ് കേട്ടോ. അയ്യാറ് ഇവിടെയാണ് മണ്ണ് വേർതിരിക്കുന്നത്. ഇവിടുന്ന് കറുത്ത മണ്ണ് എന്നിട്ട് ടൈറ്റാനിയത്തിലോട്ട് കൊണ്ടുപോകും. ഇവിടെ എല്ലാം തുരന്നെടുത്ത് വീടുകളെല്ലാം ഒഴിപ്പിച്ച് അവർ ഖനനം നടത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വെള്ളം മണ്ണിട്ട് വീണ്ടും നികത്തുക. അതാണ് ഇനി ഞാൻ കാട്ടിലമ്പലത്തിലോട്ടുള്ള വഴിയാണ്. ഇവരെ ലോറിയൊക്കെ പോകുന്നത് കൊണ്ട് കുറച്ചൊക്കെ ഉറച്ച് കിടക്കുക. കുറച്ചങ്ങോട്ട് പോകുന്നത് ഭയങ്കര പൊതയിലായിരിക്കും വണ്ടി കേട്ടോ. ഇതാണ് കാട് കണ്ടോ. കാട്ടിലമ്പലത്തിലോട്ടുള്ള വഴിയിലെ കാടാ, മണ്ണ് കയറി കിടക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നത്. ഭയങ്കര പൊതയിലായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം ഇവരുടെ വണ്ടി ഇങ്ങനെ ഓടി ഇച്ചിരി ഉറച്ചിട്ടുണ്ട് കേട്ടോ. കന്തൂരിയാവും. എൻ്റെ സൈഡിലെ തിരയടിച്ച് വന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. റോഡ് ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം വണ്ടി ഓടും. അവരുടെ വലിയ ലോറി എപ്പോഴും പോകുന്നത് കൊണ്ട് നല്ല ഉറച്ച് കിടക്കുക. നേരത്തെയൊക്കെ നമ്മൾ വരുമ്പോൾ ഭയങ്കര പൊതയിലായിരുന്നു ഇവിടെ. എണീറ്റ് ഇന്ന് ചവിട്ടി പിടിച്ചിട്ടുണ്ട് ഞാൻ ആക്സിലേറ്ററിനകത്ത്. അന്ന് അത്രയ്ക്ക് പൊതയ്ക്കുമായിരുന്നു കാറിനകത്തൊക്കെ വരുമ്പോഴേ. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം നല്ലപോലെ ഉറച്ചിട്ടുണ്ട് റോഡ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ വണ്ടി ഒതുക്കിയിട്ട് അമ്പലത്തിൽ കയറുന്നില്ല. ഞങ്ങൾ ബീച്ചിലോട്ട് പോകാൻ പോകും. നേരെ വണ്ടി ഇവിടെ അങ്ങനെ ഒതുക്കിക്കൊണ്ട് നമുക്ക് ബീച്ചിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോവുക. ബീച്ചിലോട്ട് പോവാ. പിടിച്ചോടാ.
ഓക്കെ പിടിച്ചോ, ഇയാളും കൂടെ പൊയ്ക്കോ. പൊക്കോ, നിങ്ങൾ രണ്ടുപേരും കൂടെ പൊക്കോ. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരാം. കല്ലേ തട്ടരുതെന്ന് കേട്ടാ, കല്ല് പോലും തട്ടരുതെന്നാണ് പറഞ്ഞത്. കല്ലേ തട്ടരുത് മോനെന്ന്. പൊക്കോ, കാല് മുറിയത്തില്ലയോ? ആ, അപ്പോൾ എന്നെ കൊണ്ട് നടന്നതല്ല നിന്നെ കൊണ്ട് നടക്കുന്നത്, മനസ്സിലായില്ലേ? ആ, കാല് മുറിയും. ഇപ്പം കടൽ കാണുമ്പോൾ ഉള്ള സന്തോഷമൊക്കെ കണ്ടാ? ആ, ഇറങ്ങിക്കോ, ബാ ബാ. കടലിൽ ഇറങ്ങുന്ന കണ്ടോ? നീയും കായും കൂടെ ഇറങ്ങിക്കോണം. അപ്പം ഞങ്ങൾ അങ്ങനെ കാട്ടിൽ അമ്പലത്തിൻ്റെ സൈഡിലുള്ള ബീച്ചിലാണ്. അപ്പം കായം കൊണ്ട് ഞങ്ങൾ ബീച്ചിൽ കടൽ കാണാൻ വന്നതാണ്. ഞാൻ മോൻകുട്ടനും അല്ലേ കായ പിടിച്ചോ. ആ, രണ്ടുപേരും കൂടെ കടലിൽ ഇറങ്ങേ. അങ്ങനെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരട്ടെ. ചെരുപ്പ് ഇവിടെ ഇട്. ചെരുപ്പ് പോ അല്ലേ? ആ, പോക്കോ ഓടാ. കണ്ടാ ഇക്കാടെ സന്തോഷം കണ്ടാ? ഈ മനുഷ്യനെ ഒന്നും നോക്കാനും കാണാനും ആരും ഇല്ലാതായി പോയത്. അപ്പം കടൽ കാണുമ്പോൾ ഉള്ള സന്തോഷം, എന്നെ പണ്ട് ഇതേപോലെ കടൽ തീരത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ സിദ്ധാർത്ഥിനെ പിടിച്ചോണ്ട് കടൽ കാണാൻ വന്നതാണ്. കണ്ടോ? എന്താ ചെല്ലി കഴിക്കാൻ പിടിച്ചോളൂ നിന്നെ. നീ അങ്ങോട്ട് ഇറങ്ങിക്കോ. നീ വിളിച്ചോ വന്നോളും. കൈക്ക് പിടിച്ചോ, കൊണ്ടുപോയിക്കോ, വരും. കടലിലിറങ്ങാൻ പറ്റത്തില്ല, ക്യൂ ആയിട്ടേക്കുന്നത്, പാൻറ്റ് പറ്റേക്കുന്നത്. കടലിലിറങ്ങാൻ പറ്റാത്ത ഒക്കെ അങ്ങനെ കുട്ടിക്കാലത്തിലോട്ട് പോയേക്കാണ്. ഞങ്ങൾ ഐസ്ക്രീം തിന്നുവാണ്. ഐസ്ക്രീം ഇങ്ങനെ ഞങ്ങൾ ഒരു പാനിപ്പൂരി മേടിക്കാം. നമുക്ക് പാനിപ്പൂരി കണ്ട് നോക്കാം. കാട്ടിയമ്പലത്തിൽ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഒരു പാനിപ്പൂരി മേടിച്ചു നോക്കാം. ഇക്കാടെ പാനിപ്പൂരി കഴി കണ്ടോ? ഒക്കെ പാനിപ്പൂരി കഴിക്കുന്നുണ്ടോ? പാനിപ്പൂരി ഒന്നും ഇക്കായ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഒരെണ്ണം തിന്നോളൂ, പോയി കൈ കഴുകുക കേട്ടോ. ഒരെണ്ണം കഴിച്ചോളൂ, വേണ്ടാന്ന് പറഞ്ഞു. ഐസ്ക്രീമും പകുതി കഴിച്ചിട്ടങ്ങ് കളഞ്ഞു കേട്ടോ. ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന് കുടലൊക്കെ ഉണങ്ങിയിരിക്കും കേട്ടോ. ഒന്നും വേണ്ട, ഒന്നും ഇറങ്ങുന്നില്ല. കോളിഫ്ലവറിൻ്റെ ഒക്കെ മേടിച്ചിട്ടൊന്നും കഴിക്കാൻ വയ്യ, വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ കറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് മുഖത്ത് കണ്ട. ഇത്ര വർഷത്തിന് ശേഷമാണെന്നറിയോ ബീച്ചിലൊക്കെ കറങ്ങുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷം എന്നെ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് പാനിപ്പൂരി ഐസ്ക്രീമൊക്കെ ഇക്കായക്ക് മേടിച്ചു കൊടുത്ത് ഞങ്ങൾ കഴിച്ചിട്ട് വന്ന് വീണ്ടും ഒന്നും കൂടെ കടലിലോട്ട് ഇറങ്ങുവാണ്. സിദ്ധാർത്ഥ ഇക്കായും കൂടെ കടലിലോട്ട് ഇറങ്ങുവാണ്. കടലൊക്കെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ്റെ സന്തോഷമൊന്നും പറയണ്ട. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ പുള്ളി ഒന്ന് ഇറങ്ങി വരുന്നത്. ഞാനായിട്ട് വിളിച്ചപ്പോൾ ഇങ്ങ് പോരുന്നതാ.
കാരണം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇച്ചിരി വാശിയും വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉള്ള കൂട്ടത്തില്ല. പക്ഷേ എന്നോടെന്ന് പറഞ്ഞാൽ എന്തുവാന്ന് അറിയത്തില്ല, അത്രയ്ക്ക് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴേ ചാടിഞ്ഞു പോരുന്നു, വയ്യാന്ന് പറയത്തേ ഇല്ല. ഭക്ഷണമൊന്നും ശരിയാകാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്തോ മേടിച്ച് കൊടുത്തിട്ടും വലുതായിട്ട് കഴിക്കുന്നില്ല. ഐസ്ക്രീമൊക്കെ മേടിച്ച് ശകലം കഴിച്ചിട്ടെടുത്തും കളഞ്ഞ്, പാനിപ്പൂരി മേടിച്ച് കൊടുത്തിട്ട് ഒരെണ്ണം കഴിച്ച് പിന്നെ കഴിച്ചില്ല, പിന്നെ കോളിഫ്ലവർ മേടിച്ച് കൊടുത്ത് അതും ഒരുപാട് കഴിച്ചില്ല. അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുവാണ്. അപ്പോൾ ഞങ്ങൾ നിർത്തുവാണ്. ഇനിയും നല്ല കാഴ്ചകൾ, ഇന്നൊരു ദിവസം ഫുൾ ഇക്കായിട്ടാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് കേട്ടോ. ഇനിയും പല പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ പകർത്തി നിങ്ങൾക്ക് കിട്ടിയിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.